ശബരിമലയിലെ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുതിയ തലത്തിലേക്ക്. CPM-ൽ ഇത് പുതിയ ചർച്ചകൾക്ക് വഴിവെക്കും. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മുൻകാലങ്ങളിൽ നടന്നതും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പത്മകുമാർ തന്റെ കാലത്ത് ആചാരപരമായോ നിയമപരമായോ വീഴ്ച വരുത്തിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിലെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് 1998 മുതലുള്ള എല്ലാ കാര്യങ്ങളും സമഗ്രമായി അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വർണ്ണപ്പാളി വിഷയത്തിൽ കൊണ്ടുപോയത് ചെമ്പുപാളി തന്നെയാണെന്ന് തറപ്പിച്ചു പറഞ്ഞ് പത്മകുമാർ നിലപാടെടുത്തു. ഇപ്പോഴത്തെ പ്രസിഡന്റോ താനോ വിദേശയാത്ര നടത്തിയിട്ടില്ലെന്നും എന്നാൽ വിദേശയാത്ര നടത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉണ്ടെന്നും പത്മകുമാർ ചൂണ്ടിക്കാണിച്ചു. ആരുടെ കെയർ ഓഫിലാണ് വിദേശയാത്ര നടത്തിയതെന്നും എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും പരിശോധിക്കണം. ഇത് മുൻ പ്രസിഡന്റ് കെ അനന്തഗോപനെ ലക്ഷ്യമാക്കിയുള്ള ഒളിയമ്പുകളായിരുന്നു. CPM-ലെ പത്തനംതിട്ടയിലെ മറ്റൊരു പ്രമുഖനാണ് അനന്തഗോപൻ. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി വിജയ് മല്യ സ്വർണം പൂശിയതാണെന്ന് അനന്തഗോപൻ വെളിപ്പെടുത്തിയിരുന്നു. ഇതോടെയാണ് പത്മകുമാർ പ്രതിക്കൂട്ടിലാകുന്നത്. CPM-മായി അകലത്തിൽ നിൽക്കുന്ന നേതാവാണ് പത്മകുമാർ. ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടത് സ്വർണം പൂശിയ പാളിയാവാമെങ്കിലും താൻ ചുമതലയേൽക്കുമ്പോൾ അത് സ്വർണം മുഴുവൻ പോയ ചെമ്പുപാളിയായിരുന്നുവെന്ന് പത്മകുമാർ സ്ഥിരീകരിച്ചു. 2019 ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടത് ചെമ്പുപാളികൾ തന്നെയാണ്. സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ഉടലെടുക്കാൻ കാരണം കൊണ്ടുപോകുമ്പോൾ 44 കിലോ സ്വർണമുണ്ടായിരുന്നു എന്നും തിരിച്ചു വന്നപ്പോൾ 38 കിലോ ആയപ്പോൾ 6 കിലോ സ്വർണത്തിന്റെ കുറവുണ്ടായി എന്നും ഒരു മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞത് മൂലമാണ്. ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവർ 6 കിലോ സ്വർണം കാണാനില്ല എന്നാണ് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ 49 കിലോയല്ല 49 പവൻ സ്വർണം മാത്രമാണ് പൂശിക്കൊണ്ടുവന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ കാലത്ത് സ്വർണത്തിന്റെ കണക്കുൾപ്പെടെ എടുത്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. 28 വർഷമായി ചുമതല കൈമാറാത്ത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട പ്രശ്നം കണ്ടപ്പോഴാണ് സ്വർണം പരിശോധിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ട സാഹചര്യത്തിൽ റിട്ടയർഡ് ജില്ലാ ജഡ്ജി അടക്കമുള്ളവർ പരിശോധിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനൊപ്പമാണ് മുൻ പ്രസിഡന്റുമാരെ ലക്ഷ്യമിട്ട് പത്മകുമാർ ചില ചോദ്യങ്ങളും ഉന്നയിച്ചത്. 18ാം പടിക്ക് മുകളിൽ സ്ലൈഡിംഗ് റൂഫ് നിർമ്മിക്കരുതെന്ന് പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞിരുന്നു. തന്റെ കാലത്ത് അത് പൊളിച്ചെന്നും അത് പിന്നീട് എങ്ങനെയാണ് പണിഞ്ഞതെന്നും അദ്ദേഹം ചോദിച്ചു. ഇത് മാനുവൽ പാലിച്ചാണോ എന്നും അദ്ദേഹം സംശയം ഉന്നയിച്ചു. മുൻ പ്രസിഡന്റ് G. രാമൻ നായരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിച്ച പത്മകുമാർ രാമൻ നായർ പറയുന്നതിനൊന്നും താൻ മറുപടി പറയുന്നില്ലെന്ന് വ്യക്തമാക്കി. വിജയ് മല്യയെ പോലുള്ള ഒരാളിനെ കൊണ്ട് പണി ചെയ്യിച്ച ആളല്ലേ രാമൻ നായരെന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും ഇതിനെല്ലാം പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് സംശയിക്കുന്നുണ്ട്.